എന്താ റബ്ബേ കാട്ട് പണിയില്ലാതായി. എന്റെ കുട്ടിയുള്ളതല്ലേ ഇവിടെ. ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോമ്പിന്. ഇപ്പൊ എന്താ ഒരു പുറത്തുമില്ല, ഒരു സാധനം ഇല്ല ഇനി പെരന്റെ ഉള്ളില്. ഈ ഉമ്മപ്പതി അവിടെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഞാൻ അപ്പുറത്തേക്കേറ്റ് പോയാണോ? ഇങ്ങളെന്ത് ഇവിടെ വന്നിരിക്കണ്? ഒന്നില്ലടി, ഞാൻ വെറുതെ ഇങ്ങനെ വന്നിരുന്നതാ. എന്തൊരു കാറ്റാച്ചിട്ട് ആകെ ഉമ്മരൊക്കെ പരന്നിക്കണ്. അടിച്ചു വരണല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഇജ്ജിപ്പോ എന്താ അപ്പുറത്ത് കൂടെ വരുന്നേ? ഞാൻ അപ്പുറത്തൊക്കെ നോക്കിയേ, അപ്പൊ നിങ്ങൾ അവിടെ ഒന്നും കാണാനില്ല. അപ്പൊ ഞാൻ അപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോരുക ചെയ്തത്. അല്ല, നമുക്ക് കോളേജിൽ പോണ്ടേ? എത്ര ദിവസം വെച്ചിട്ട് എങ്ങനെ ലീവ് എടുക്കുക? കോളേജിക്ക് പോവാ. എന്താ കാട്ടുമ്മ? എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരു പുറത്തുമില്ല. ഇപ്പൊ നോമ്പല്ലേ വരുന്നത്, ഒരു സാധനം ഇല്ലേ പെരന്റെ ഉള്ളില്. എന്താ അമ്മാന്റെ കുട്ടിക്ക് ഉണ്ടാക്കി തരിക? ആലോചിക്കാൻ വെച്ച. ഇനിയിപ്പോ എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് പോവാ ആൾക്ക് ക്ലാസ്സിന്. ടീച്ചറോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഉമ്മാന്റെ കുട്ടിയുടെ പഠിപ്പും ഇല്ലാതാവുകയാണ് ഈ ഒരു പണി ഇല്ലാത്തത് കൊണ്ട്. ഇത്രയും എങ്ങനെയോ ഒപ്പിച്ചെന്ന് ആലോചിക്കാൻ കൂടി വെച്ച. പേടി അടച്ചിട്ടാണാവും. എന്താ അപ്പൊ ഉമ്മയും മകളും കൂടി ഒരു വർത്താനൊക്കെ? പണിയോളൊക്കെ കഴിഞ്ഞാ? ഇല്ലേ, പണിയോളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ വെറുതെ ഇങ്ങനെ വന്നിരുന്നതാണ്. അല്ല, ഇജ്ജ് എവിടുക്ക പോണ്? ഞാനെടി ഇനിയിപ്പോ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാനേ. ചെക്കനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഓടുന്ന ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഞാൻ തന്നെ അത് പോട്ടെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതാണ്. നിങ്ങളൊക്കെ വാങ്ങിയല്ലേതു? ഇല്ലേ, സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നപ്പൊ പറയണത്. എന്താ കാട്ടണ്ടെന്ന് ഒരു പുറത്തുല്ല. പണിയാണെങ്കി ഇല്ലായിരുന്നു. നോമ്പായി കഴിഞ്ഞ് പിന്നെ തീരെ ഉണ്ടാവൂല. കഴിഞ്ഞ കൊല്ലത്ത് എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ച് പണി ഉണ്ടായി, അതിലങ്ങനെ കഴിഞ്ഞുകൂടി. ഇപ്പൊ അതും ഇല്ല. ഈ പണിയില്ലാതെ എന്താ കാട്ടല്ലേ? ഒക്കെ ശരിയാവൂടി. അല്ല, ഇവൾക്ക് ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലേ? അവിടുന്ന് ഷിഫാനൊക്കെ പോയിക്കണല്ലോ. ഇല്ല, അവള് പോയിട്ടില്ല. ഫീസ് അടക്കാഞ്ഞിട്ടേ ടീച്ചർമാരിങ്ങനെ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് പോവാ, അപ്പൊ ഇതിന് ഫീസ് അടക്കാന്ന് പറഞ്ഞിക്ക. അനക്കിന്ന് എന്നോട് ചോദിച്ചുകൂടായില്ലേ? അനക്ക് പണി ഉണ്ടാവുമ്പോ പണി എടുത്തിട്ട് തന്നാ മതിയായിന്ന്. അതിനൊക്കെ തന്നെയല്ലേ ഈ അയൽവാസികള് എന്ന് പറഞ്ഞത്. ഇജ്ജൊന്നും ചോദിക്കൂല ഒരാളോടും. എന്നിട്ട് ഇജ്ജ് ഇങ്ങനെ മുണ്ടായിരിക്കും. ആ പെണ്ണിനെ എനിക്ക് പറഞ്ഞയച്ചൂടെ? ഇനിയിപ്പോ പരീക്ഷയൊക്കെയല്ലേ വരുന്നത്. അത് പഠിച്ച് പാസ്സായ ഒരു ജോലി കിട്ടിയ അതായില്ല നിങ്ങക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ലേ? ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കൂലേ? പിന്നെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക എങ്ങനെ? ഇപ്പൊ എന്തായാലും നോമ്പാണ് കഴിഞ്ഞ എനിക്ക് പണി ഉണ്ടാവും. അപ്പൊ ഇനി നോമ്പാണ് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചിങ്ങാണ്ടാണ് പോവാ വിചാരിക്കുന്നുണ്ട്. ഇതുമത്തൊക്കെ തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊണ്ടുപോയിക്കണാ. ഞാനോട് പറയാൻ കാത്തിക്കാണ്, അപ്പോതിന് എല്ലാ തേങ്ങ ഇട്ടിക്കണ്. എനിക്ക് അതിന് ഒറ്റൊന്നുമില്ല. പച്ചപ്പാട്ട മണ്ണിനോട് കൊണ്ടുപോകാൻ പറ. ഇവിടൊക്കെ നട്ട് വെച്ച എന്നെ വേണം പറയാൻ. കണ്ടില്ല, ഇതൊന്നും ഓലാരൊന്നും നോക്കലും കൂടിയില്ല. വലിയ വാടകക്ക് നിൽക്കുന്ന ആൾക്കാരത്രേ. എന്നുണ്ടല്ലോ ഇതിനൊക്കെ ലേശം മണ്ണൊക്കെ ഇട്ട് കൊടുക്ക, വെള്ളമൊക്കെ പാരുക. ആവും ഇല്ല. കുൽസാത്തയാണ് അത്, ഞങ്ങളെ ഇതിന്റെ ഓണറേ. ഞാനൊരു 10 തേങ്ങ ഉണ്ടോന്ന് ചോദിച്ചോക്കട്ടെ. കുൽസാത്ത, തേങ്ങ ഉണ്ടെന്നു? തേങ്ങ ഒന്നും ഇല്ലടി. ഇപ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ തികയണില്ല. പിന്നെ ചെക്കൻ പറഞ്ഞു ഇപ്രാവശ്യം പുറത്തേക്ക് ഒന്നും കൊടുക്കണ്ട, ഇനിയിപ്പോ നോമ്പല്ലേ, അപ്പൊ അതിന് നിങ്ങൾ എടുത്തോളീന്നാ പറഞ്ഞിക്കണത്.
അതെ, ഉണ്ടെങ്കി ഒരു 4 തേങ്ങെങ്കിലൊക്കെ തരുവോ? തീരെ അരക്കാല്ലേ, ഇനിയിപ്പൊ നോമ്പൊക്കെ ആയില്ലേ. ഇല്ലടി, തേങ്ങ വല്ലാതൊന്നും കൊണ്ടുപോയിട്ടില്ല. ഈ 2-3 തെങ്ങല്ലേ. അതിനിപ്പോ എന്താ ഉണ്ടായിട്ടുണ്ടാവുക? ഒരു വള്ളം നനവ് പോലും ഇല്ല. ഞാൻ അതന്നെ പറഞ്ഞു, ഇത് കണ്ടില്ല, ചേമ്പും അതേപോലെ ആ ഓമക്കായ തൈയൊക്കെ ആകെ കേടം നിൽക്കുന്നു. നിങ്ങൾക്കൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് പാർന്നു കൊടുത്തൂടെ ഇനി. പിന്നെ വാടക കിട്ടിയിട്ടില്ല കേട്ടോ. വാടക കാക്ക ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ദിവസമായിക്കണ്. എന്താ പാണ്ടൊന്നും കൊടുന്നേരാത്ത്? വാടക ഇപ്പൊ പണി ഇല്ലാതിരിക്കാണേ. അടുത്ത മാസം ഞാൻ കൂട്ടി തരാ. ഈ മാസം ഇപ്പൊ എന്തായാലും എന്റെ അടുത്ത് എടുക്കാനില്ല. പണിയില്ല, ഇപ്പൊ ആർക്കാ പണിയുള്ളത്? ഇപ്പൊ ആർക്കും പണിയില്ല. എന്നാലും ഉണ്ടാവുമ്പോ പൈസ ഒക്കെ ചൊരുക്ക് കൂട്ടിങ്ങാണ്ടാണ് കൊടുന്നൂടെ. നോമ്പൊക്കെ ആയിട്ട് ഞങ്ങൾക്കും പൈസക്ക് ഭയങ്കര ടൈറ്റ് ആണ്. പണ്ടേ കിട്ടിയിട്ട് വേണം വല്ല സാധനങ്ങളും വാങ്ങാന് വിചാരിച്ചിരിക്കാണ്. ഇനി നേരം വെക്കാതെ വേഗം കൊടുന്നാട്ടത്. ഇനി നേരം വെക്കിയ കാക്ക എന്നെ ചീത്ത പറയും. എന്നാ ഞാൻ നോക്കട്ടെട്ടോ, എങ്ങനെലും തരാൻ പറ്റുമോന്ന്. അല്ല, ഇജ്ജ് എവിടുക്ക പോണ്? ഞാനവിടെ കടയൊക്കെ ഇറങ്ങിയതാ, അപ്പളാ ഇവളെ കണ്ടത്. അപ്പൊ ഒന്ന് വർത്താനം പറയാച്ചിട്ട് നിക്കേന്ന്. ആയിക്കോട്ടെ, നടക്കട്ടെ. ഞാനും തന്നെ അവിടെ പോവാണ്, വെയിലയക്കണ്. തേങ്ങ എത്ര പോക്ക്, തേങ്ങ കൊടുക്കായിട്ടാണ്. വാടകക്ക് നിർത്തിയതും പോരാ, ഇത് ഈ പെരന്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ഓൾക്ക് കൊടുക്കണം. പൈസ ഒന്നും തരാനില്ലാന്നുണ്ടെങ്കി എന്തിനാണ് കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്? എന്തായാലും ഇന്റെ അടുത്ത് നടക്കൂല അത്. ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ മരോളോട് വന്നിട്ട് മുറിച്ചുകൊണ്ടുപോകാൻ പറയണം. ഇനിയിപ്പൊ അതും കൂടി നിർത്തിയിട്ടുണ്ടെങ്കി അതും കൂടി ഓല അണ്ണാക്കക്ക് പോവുള്ളൂ. നിങ്ങൾ എന്തിനാ അമ്മ ചോദിക്കാൻ നിന്നത്? ഇന്നലെ 2 വണ്ടി തേങ്ങയാണ് ഓലെ പെരേക്ക് കൊണ്ടുപോയിക്കണ്. ഇവിടെ ഒരു 4 തേങ്ങ ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞ ആളാ. എന്തിനാണ് വെറുതെ ചോദിക്കാൻ നിക്കണത്? ഓല് തരൂല, നിങ്ങൾക്ക് അറിയണല്ലേ. ഞാനറിയാം, എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കിയതാ. തീരെ തേങ്ങ ഇല്ലല്ലോ. അതന്നെ ഞാനും പറയാൻ വന്നത്. ഇജ്ജെന്തിനാ പോലോടാക്കെ ചോദിക്കാൻ നിന്നത്? അന്റെ പെണ്ണ് പറഞ്ഞ പോലെ എനക്കറിയില്ല ഓലെ സ്വഭാവം. ഇപ്പൊ കണ്ടില്ല, വാടക ചോദിച്ചു. ഈ നോമ്പ് അടുപ്പിച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും അതൊക്കെ ചോദിക്കോ? ഇങ്ങനെ ബുദ്ധിമുട്ടിക്കോ? അതും ആ കുട്ടിക്ക് ഒരു വാപ്പയും കൂടി ഇല്ലാത്തതാണ്. കണ്ടറിയില്ലടി, ഇജ്ജ് വെറുതെ എന്തിനാ ഓളോട് ചോദിക്കാൻ നിന്നത്? നമുക്കൊരു 4 തേങ്ങയല്ലേ, ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കൊടുന്നോ. കാക്ക അന്ന് പണിസ്ഥലത്ത് പോയി വന്നപ്പോളേ ഒരു 10-20 തേങ്ങ കൊടുന്നീന്. അതിനൊരു 5 എണ്ണം വെച്ച് കൊടുത്തോ. ഇനി തേങ്ങ ഇല്ലായിട്ട് ഞരക്കാനും പിടിക്കാനും ഇല്ലാതിരിക്കണ്ട. എന്നാ ഞാൻ ആണ്ട് വരണ്ട് ഉച്ചരിഞ്ഞിട്ട് തേങ്ങ കൊണ്ടാന്. എന്നാ ഞാനാണ്ട് പോട്ടെട്ടോ, കട ചെലപ്പോ ഇപ്പൊ അടക്കും. എന്നാ ഈ ചെല്ലുന്നാല്. ഞാൻ അതല്ല, അങ്ങനെ പറയുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇജ്ജിപ്പോ പറഞ്ഞ പോലെ ഇന്നലെ 2 വണ്ടി തേങ്ങ കൊണ്ടോണ ഞാൻ കണ്ടതാണ്. അപ്പൊ അതിന്നൊരു 4 തേങ്ങയല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഇനിയിപ്പൊ വാടക എങ്ങനെയെങ്കിലും ഒക്കെ കൊടുക്കണം. വായോ, നിങ്ങൾ നടക്കിയാൽ ആയിക്കൂടെ വരാം. ഞാൻ ചെരുപ്പ് അപ്പുറത്തിടാം. പാവാണ് ആ പെണ്ണ്. ഒരു മുതലും ഇല്ലാതെ എങ്ങനെ ഇപ്പൊ ഈ നോമ്പൊക്കെ ഒന്ന് കഴിച്ചു പോവുക. കാക്കാക്ക് വിളിച്ചിട്ട് സാധനങ്ങൾ ലേശം അവിടുന്ന് വാങ്ങട്ടെ, ചോദിച്ചു നോക്കിയാലോ. ഹലോ. പിന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടില്ലാണ്ട് എത്തിയിട്ടില്ല. ഞാൻ ജമീലാനോട് നിന്ന് വർത്താനം പറഞ്ഞു. ആയിട്ടങ്ങൾക്ക് ഒന്നുമില്ലെന്ന്, നോമ്പായിട്ടേ. അപ്പൊ ഞാൻ സാധനങ്ങൾ വാങ്ങണ കൂട്ടത്തില് ഓൾക്ക് കുറച്ച് സാധനം മേടിക്കട്ടെ, അപ്പൊ കുറച്ചീച്ചേ. അതിനോട് ചോദിക്കാതെ ഇപ്പൊ എങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യല. ചെക്കനോട് ഒന്ന് പറഞ്ഞാളിട്ടോ, ഓനല്ലേ ഇപ്പൊ സാധനം വാങ്ങാനൊക്കെ പൈസ തന്നത്. ആയിക്കോട്ടെ, എന്നാലും ഞാൻ സാധനം വാങ്ങിട്ടേ ഞാൻ വരാം. എന്നാ ശരി. എന്തായാലും സാധനം പോയി വാങ്ങട്ടെ, അപ്പൊ നല്ലത്. എന്നിട്ട് അവൻ കൊണ്ടുകൊടുത്ത ഐറ്റങ്ങൾക്ക് വരെ സന്തോഷം ഇക്കാരം.
ആ ഇവിടെ വാതിലടച്ചിക്കണ അപ്പുറത്തേക്കാരൻ ഞാന് അയിക്കൂടെ പോവാ കൊഴഞ്ഞ്. ആ ഏടി ഞാൻ അന്നെ അപ്പുറത്ത് നോക്കി, അപ്പുറത്തൊന്നും കണ്ടില്ല. ആ ചീര നുള്ള് എന്താണ്ട് ഇതെന്ന് താളിക്കാൻ വിചാരിച്ചിട്ടേ. അല്ല ഇജ്ജ് അവിടെ ഇരിക്കണത്? ആട് അവിടെ ഇരുന്നോക്കാ. ഇത് അവിടെ നിറച്ച് മണ്ണാണ്. ഇവിടെ ഇരുന്നാ മതിയടി. എന്തൊരു വെയിലാ ചുറ്റാ. പീടികേന്ന് ഇവിടെ നടന്നു വന്നപ്പോത്തിനൊക്കെ മതിയായിക്കും. ഇത് സാധനമൊക്കെ വാങ്ങിയപ്പോ പെരെ പോയി സാധനങ്ങൾ വെച്ചിങ്ങാണ്ട് പോരെ. അപ്പൊ ഈ കവറിലെന്താ? ഇതോ? ഇത് അണക്കുള്ള സാധനങ്ങളാണ്. ഇക്കുള്ള സാധനോ? എന്തേ ഞാൻ തന്നച്ച് വാങ്ങൂലേ? ഇത് ഞാൻ അനക്ക് മേടിച്ചതാ നോമ്പായിട്ട്. ഫസ്റ്റത്തെ ഇന്റെ അടുത്തുനിന്ന് തന്നെ ആയിക്കോട്ടെ. അല്ല അങ്ങനല്ലടി, ഇച്ചിപ്പോ എന്തിനാ എനിക്ക് വാങ്ങിയത്? അതുകൊണ്ടൊന്നും അല്ലടി. സാധനങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇച്ചിപ്പോ കഴിഞ്ഞ കൊല്ലം അനക്ക് പണിയോട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അനക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നോമ്പിന്. ഇക്കൊല്ലം അനക്ക് പണിയില്ല. അപ്പൊ പിന്നെ ഞങ്ങള് അയൽവാസികളായിട്ട് ഞങ്ങള് കണ്ടറിയാതെ ഇരിക്കുവോ? ഞങ്ങളോട് തിന്നുണ്ടെങ്കിൽ ഇജ്ജും എന്റെ കുട്ടിയും പട്ടിണി ആവൂല. എന്നാ ഈ സാധനങ്ങളാണ് കൊണ്ടുവച്ചാളാ. സത്യം പറയട്ടെ, ഈ മാസം വാങ്ങാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ അടുത്ത്. കൊടുന്നത് വലിയ ഉപകാരമായിന്ന് ഞാൻ പറയുള്ളൂ. എന്റെ കുട്ടീനെ വിചാരിച്ചിട്ടാ ഞാനിപ്പോ ഇത് വാങ്ങിയത്. ഇച്ചിപ്പ അതിനൊക്കെ കരയാൻ നിന്നു. ഇഞ്ചിപ്പ അതിനൊന്നും നൊലോളിച്ചാനൊന്നും നിക്കണ്ട. നൊലോളിച്ചാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നൊലോളിച്ചാ മതി. ഞാനവിടെ പോട്ടെട്ടാ. പെണ്ണൊറ്റൊക്കെ ഉള്ളടി. ആയിക്കോട്ടെ എന്നാല്. വെച്ചടി വെച്ച. ഇനിയിപ്പോ ഇങ്ങനെ കയറട്ടെ തൊടു കൂടെ. വെച്ച ഇനിയിപ്പൊ അങ്ങനെ ചിറ്റി കളയാനൊന്നും. എന്നായിക്കോട്ടെ. ആർക്കും ഇല്ലാത്തവർക്ക് പടച്ചോൻ ഉണ്ടാവുമെന്ന് പറയണ ഇതുകൊണ്ടാണ്. ഒരാള് തള്ളിക്കളഞ്ഞാലും മറ്റൊരാൾ തള്ളിക്കളയില്ല. പാവാണ്. പടച്ചോനെ ഈ മാസത്തിന്റെ ഇതുകൊണ്ട് ഐറ്റങ്ങൾക്ക് നല്ല സുഖമായാൽ മതി.